പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെയുള്ള സംഘർഷ മേഖലയിലേക്ക് കപ്പലുകൾ അയക്കുന്നതിന് ഇൻഷുർ ചെയ്യുമെന്ന്? അവരതിൽ നിന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ ഹെവി ഇൻഷുറൻസ് കോസ്റ്റാണ്, അല്ലെങ്കിൽ കപ്പൽ മുതലാളിമാർ അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു രീതിയിൽ ഇപ്പം ബന്ദ് ദിവസം പലപ്പോഴും കടുത്ത ബന്ധാണെങ്കിൽ വണ്ടി ഇറക്കാൻ സാധാരണ ആരും തയ്യാറാവില്ല എന്ന് പറയുന്നതിന് സമാനമായ ഒരു മാനസിക അവസ്ഥയാണത്. ഉപരോധമാണ്. ഒന്നുകിൽ അമേരിക്ക ആക്രമിക്കാം, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ വന്ന് വീഴാം. ഉപരോധം ദീർഘകാലം നിലനിൽക്കില്ല എന്നതിൻ്റെ ഒരു സൂചന അതുകൊണ്ടാവാം ചർച്ചകളിലേക്ക് വരാൻ അമേരിക്ക സന്നദ്ധമായത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്ക ആണവായുധം ഉപയോഗിക്കാൻ സാധ്യത കുറവ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നു. ഇനി ഹോർമൂസിലേക്ക് വരാം. ഈ US ഉപരോധം നിലനിൽക്കെ ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ന്റെ ഉപരോധങ്ങൾക്കും മേഖലയിലെ സൈനിക സമ്മർദ്ദങ്ങൾക്കും ഇത് കടുത്ത വെല്ലുവിളിയാണ് എന്നാണ് ഫാർസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഉൾപ്പെടെ മറ്റ് 5 കപ്പലുകളും ഹോർമൂസ് കടന്നിട്ടുമുണ്ട്. അപ്പോൾ ഹോർമൂസിൽ ട്രംപിന്റെ തന്ത്രം പാളിയും. ഇവിടുത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം ഹോർമൂസിന് മേലുള്ള നിയന്ത്രണത്തിൻ്റെ രീതി എന്താണ്? അമേരിക്ക ഏതെല്ലാം കപ്പലുകളെയാണ് തടയുന്നത്? ആർക്കെല്ലാം പോകാൻ അനുവാദമുണ്ട്? ഇറാൻ പറയുന്നു തങ്ങളുടെ ഒരു കപ്പൽ കടന്നുപോയി, എണ്ണ വഹിച്ചുകൊണ്ട് ഇറാനിയൻ തുറമുഖത്ത് നിന്നും ഒരു കപ്പൽ അമേരിക്കൻ കപ്പലുകളുടെ മുന്നിലൂടെ ആവണം കടന്നുപോയി. ഒരുപക്ഷെ ഇറാൻ്റെ തീരം കുറച്ചുകൂടി ചേർന്നുകൊണ്ടാകാം കടന്നുപോയിരിക്കുന്നു. ഹോർമൂസ് കടന്ന് പുറത്തോട്ടേക്ക് പോയി. ഇത് ഇറാനാണ് പറയുന്നത്. അമേരിക്ക അതിന് സ്ഥിരീകരണം നൽകുന്നില്ല. അതേസമയം നമുക്കറിയാം ചൈനയുടെ എണ്ണ കപ്പലുകൾ അതുപോലെ മറ്റ് കപ്പലുകൾ ആ പ്രദേശത്തേക്ക് വന്നത് കൃത്യമായി ഇറാൻ്റെ പോർട്ടിലേക്കാണോ പോയത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളുടെ തീരങ്ങളിലേക്കാകാൻ പോയത്. ഇറാനിയൻ പോർട്ടുകളിൽ തുറമുഖങ്ങളിലേക്ക് ഒരു കപ്പലും അടുക്കാനോ അവിടെ നിന്നും പുറപ്പെട്ടു പോകാനോ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അത് പൂർണ്ണമായി ഈ 2 സംഭവങ്ങൾ, ഇറാൻ്റെ ഒരു കപ്പൽ പോയി എന്ന് പറയുന്നു, ചൈനീസ് ബന്ധമുള്ള ചൈനീസ് കപ്പലുകൾ അകത്തേക്കും പുറത്തേക്കും പോയി, അത് 5 എണ്ണം പോയി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ ഉപരോധം നിലനിൽക്കെ അമേരിക്കയുടെ മൂക്കിന് മുന്നിലൂടെ അത് പോയിട്ടുണ്ട് എങ്കിൽ, ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചൈനയോ റഷ്യയോ ഇറങ്ങി പുറപ്പെടുക എന്ന് വിചാരിക്കുക. അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനാവില്ല. യുദ്ധക്കപ്പലുകളല്ലല്ലോ, ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകളല്ലേ. ഉപരോധത്തിൻ്റെ പേരിൽ ആ മധ്യ പൗരസ്ത്യ പ്രദേശത്തേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന, ഹോർമൂസ് വഴി പ്രവേശിക്കുന്ന ചൈനീസ് കപ്പലുകളെ ബലം പ്രയോഗിച്ച് അമേരിക്കയ്ക്ക് തകർക്കാനാവുമോ, തടയാനാവുമോ, അല്ലെങ്കിൽ അവയെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു കെട്ടാനാവുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെ സംഭവിച്ചാൽ ചൈന യുദ്ധരംഗത്തേക്ക് വരേണ്ടി വരും. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഇത് വരും. അതൊരിക്കലും ഒരുപക്ഷെ ഈ സമയത്തെ ആശാസ്യമല്ല. അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. അമേരിക്കൻ ഭരണകൂടം, ട്രംപ് എന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അതല്ലല്ലോ, അമേരിക്കയ്ക്ക് ഒരു രീതിശാസ്ത്രമില്ലേ. ഒരിക്കലും അത് സംഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഉപരോധം ദീർഘകാലം നിലനിൽക്കില്ല എന്നതിൻ്റെ സൂചനയാണ്. ആദ്യം ഒരു കപ്പൽ കടന്നു പോകും, കുഴപ്പമൊന്നുമില്ല. 2 കപ്പൽ പോകും, 10 പോകും, 100 പോകും. അവസാനം സാധാരണ നിലയിലാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും 20ഓളം കപ്പലുകൾ കടന്നുപോയി. ആകമാനം ആ പ്രദേശങ്ങളിൽ 20ഓളം കപ്പലുകൾ, പലതും മറ്റ് തുറമുഖങ്ങൾ ലക്ഷ്യമാക്കിയായിരിക്കാം. തെക്കൻ തീരത്തെ, പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കൻ തീരത്തെ, അതായത് സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗത്ത്, അല്ലെങ്കിൽ ഖത്തറിനെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ കുവൈറ്റിനെ ലക്ഷ്യമാക്കി ഉള്ള കപ്പലുകളാവാം. നമുക്കറിയില്ല. ഒരു മൂവ്മെൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം അനുസരിച്ച് കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പല ട്രാക്കിംഗ് ഡിവൈസുകളും നൽകുന്ന സൂചന എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പൂർണ്ണമായി തെറ്റാകണമെന്നില്ലല്ലോ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തെങ്കിലും ഈ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് അമേരിക്കയ്ക്ക് അനുകൂലമെന്നോ ഇതിനെന്നോ മാത്രം വ്യാഖ്യാനിക്കാനാവില്ലല്ലോ. കപ്പലുകൾ കടന്നു പോകുന്നു എങ്കിൽ അതിനർത്ഥം അമേരിക്കൻ ഉപരോധം കംപ്ലീറ്റ് അല്ല. ഇനി മറ്റൊരു കാര്യം കൂടി, ഇറാനെതിരെ ഉള്ള ഉപരോധം ഫലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക്, തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്കെതിരെ കൂടിയുള്ള ഉപരോധമായി മാറില്ലേ എന്ന് അമേരിക്ക ഭയപ്പെടണം. ഒരു കപ്പലും പോവില്ല. ഒന്നുകിൽ അമേരിക്ക ഇറാനിലേക്കുള്ള കപ്പലുകളായിരിക്കും തടയുന്നത്, അല്ലെങ്കിൽ ഇറാൻ്റെ വെസൽസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കപ്പലുകൾ ഇറാൻ തുറമുഖത്തേക്ക് പോകുന്നതാവാം തടയുന്നത്. പക്ഷേ ഈ ക്രോസ് ഫയറിൽപ്പെട്ട് ബലിയാടാകാൻ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളും ഒരുപക്ഷെ തയ്യാറാവില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പറയാം, മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷാപാത ഒരുക്കാം.
ഒരുക്കാമെന്ന് പറയുന്നതല്ലാതെ ഇൻഷുറൻസ് കമ്പനികൾ, പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെയുള്ള സംഘർഷ മേഖലയിലേക്ക് കപ്പലുകൾ അയക്കുന്നതിന് ഇൻഷുർ ചെയ്യുമെന്ന്? അവരതിൽ നിന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ ഹെവി ഇൻഷുറൻസ് കോസ്റ്റാണ്, അല്ലെങ്കിൽ കപ്പൽ മുതലാളിമാർ അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു രീതിയിലും ഇപ്പം ബന്ദ് ദിവസം പലപ്പോഴും കടുത്ത ബന്ധാണെങ്കിൽ വണ്ടി ഇറക്കാൻ സാധാരണ ആരും തയ്യാറാവില്ല എന്ന് പറയുന്നതിന് സമാനമായൊരു മാനസിക അവസ്ഥയാണത്. ഉപരോധമാണ്. ഒന്നുകിൽ അമേരിക്ക ആക്രമിക്കാം, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ വന്ന് വീഴാം. അതുകൊണ്ടാണ് ഉപരോധം ദീർഘകാലം നിലനിൽക്കില്ല എന്നതിൻ്റെ ഒരു സൂചന കൊണ്ടാവാം സ്വാഭാവികമായി പൊളിയും. എക്കാലത്തും ഉപരോധം നിൽക്കില്ല. അതുകൊണ്ടാവാം ചർച്ചകളിലേക്ക് വരാൻ അമേരിക്ക സന്നദ്ധമായത്. ഇസ്ലാമാബാദിൽ വെച്ച് അലസിപ്പിരിഞ്ഞ ചർച്ച ഒരിക്കൽ കൂടി ഇസ്ലാമാബാദിലേക്ക് വരുന്നു. അമേരിക്കൻ നിർദ്ദേശമനുസരിച്ചാവണം പാകിസ്ഥാൻ്റെ സൈനിക ജനറൽ അസിം മുനീർ ഇറാൻ സന്ദർശിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറുമായും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും എല്ലാം തന്നെ അസിം മുനീർ അമേരിക്കയുടെ സന്ദേശമായിരിക്കണം ഇറാൻ കൈമാറിയത്. അതനുസരിച്ച് ഇറാൻ്റെ ടീം ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്ലാമാബാദിലെത്തി ചർച്ചകൾ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നിരന്തരം നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇറാൻ സ്പോക്ക് ടു UAE. നോക്കൂ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ റോൾ എന്താണ്? UAE പ്രശ്നത്തിൽ ഒരു പങ്കാളിയുമല്ല, പക്ഷേ ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വരുന്നത് UAEക്കാണ്. പക്ഷേ UAEയുടെ വൈസ് പ്രസിഡൻറ്റുമായി ഷെയ്ഖുമായി സംസാരിച്ചിരിക്കുന്നു ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ. അപ്പോൾ അതിനർത്ഥം എന്താണ് ഇതിവൃത്തമെന്നറിയില്ല, പക്ഷേ നിരന്തരം കൂടി സൗദിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ നയതന്ത്രം മൾട്ടിപ്പിൾ ലെവലാണ്. പാകിസ്ഥാൻ്റെ എൻവോയ്സ് സൗദി അറേബ്യയിലും എത്തിയിട്ടുണ്ട്. പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു വലിയ മിലിറ്ററി കരാർ തന്നെയുണ്ട്. അതായത് ഇറ്റ് മേക്സ് ഇറ്റ് ഓബ്ലിഗേറ്ററി ഫോർ സൗദി അറേബ്യ ടു കം ടു പാകിസ്ഥാൻസ് റെസ്ക്യൂ ആൻഡ് വൈസ് വേഴ്സ. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ സൗദിയും, സൗദി ആക്രമണ വിധേയമാകുകയാണെങ്കിൽ പാകിസ്ഥാനും സൈന്യങ്ങളെ അയച്ചുകൊണ്ട് സഹായിക്കാമെന്ന കരാറുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ സൈന്യം ചെറിയൊരു പങ്ക്, ഒരു കണ്ടിൻജൻ്റ് അവിടെ സൗദി അറേബ്യയിലുണ്ട്. വിമാനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. അവിടെയാണ് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ എന്താണ് എന്നോട് ചോദിച്ചത്. ഈ ഹോർമൂസ് കടലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉപരോധം തുടരുന്നു, എന്നാൽ കപ്പലുകൾ പൂർണ്ണമായി ബ്ലോക്ക്ഡ് ആണ് എന്ന പ്രതീതിയും ഇപ്പോൾ ഇല്ല. അത് ബ്ലോക്ക്ഡ് അല്ല എന്ന പ്രതീതി ഉണ്ടാക്കേണ്ടത് ഇറാൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇറാൻ്റെ പ്രോപ്പഗാൻഡ ആണെന്ന് ചിലർ വാദിക്കാം, പക്ഷേ ഇത് പൂർണ്ണമായി പ്രോപ്പഗാൻഡ അല്ല. ഇൻ്റർനാഷണൽ ഏജൻസീസ് സ്ഥിരീകരിക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ ഒരു രീതിയിലും പൂർണ്ണമായി അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ലൊക്കേഷണൽ ശാസ്ത്രമനുസരിച്ച് ഒരു രാജ്യത്തിനും ഏകപക്ഷീയമായി ആ രീതിയിൽ ഉപരോധം അടിച്ചേൽപ്പിക്കാൻ ഒക്കില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഇറാൻ്റെയോ അല്ലെങ്കിൽ UAEയുടെയോ ഒമാൻ്റെയോ മാത്രം കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ ഇത്. ഇതൊരു അവരാരും വെട്ടിയ ഒരു ആർട്ടിഫിഷ്യൽ കനാലുമല്ല. അവരുടെ പ്രയത്നം അതിൻ്റെ പിന്നിലില്ല. പ്രകൃതി ഒരുക്കിയ ഒരു കടലിടുക്കാണ്. ആ പ്രകൃതി ഒരുക്കിയ കടലിടുക്ക് തങ്ങളുടെ തീരക്കടലിന് സമീപമായതുകൊണ്ട്, ടെറിട്ടോറിയൽ സീ കൂടി അതിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട്, 20 നോട്ടിക്കൽ മൈൽസ് ആണല്ലോ ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത്, അത് മെർജ് ചെയ്യുന്നു. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് കേവലം 33 കിലോമീറ്റർ മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ വീതി. ചില ഭാഗത്ത് വീതി കൂടുതലും ചിലയിടത്ത് കുറവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കടന്ന്, അപ്പം തീർച്ചയായും 3 രാജ്യങ്ങളും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമ്പോഴാണ് സുഗമമായ ഗതാഗതം വരിക. ഒമാൻ, UAE ആൻഡ് ഇറാൻ. അവിടെ ഇറാൻ മാത്രം അത് തങ്ങളുടേതാണ് എന്ന് പറയുന്നതും പൂർണ്ണമായി ശരിയല്ല. അത് യുദ്ധത്തിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത് മാനവരാശിയുടെ സ്വത്താണ് ഹോർമൂസ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അതൊരിക്കലും ഇറാൻ ഇപ്പോൾ ഒരു തന്ത്രമെന്ന നിലയിൽ ഹോർമൂസ് തങ്ങളുടേതാണ് എന്ന് പറയുമെന്നല്ലാതെ അത് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ്. അമേരിക്ക അവിടെ എന്ത് കാര്യമെന്ന് മറുചോദ്യം ചോദിച്ചാൽ ഈ വാദം പൊളിയുമല്ലോ. അമേരിക്ക ഹോർമൂസിൽ ഒരു കാര്യവുമില്ല, ഒരു രീതിയിലും ഒരു കാര്യവുമില്ല. ഇറാനാണെങ്കിൽ തങ്ങളുടെ ടെറിട്ടറിയുടെ സമീപമാണ് എന്നൊരു കാര്യം പറയാനും ഉണ്ട്. അതുകൊണ്ട് ഹോർമൂസ് ഉപരോധം അധികകാലം നീണ്ടു നിൽക്കാൻ സാധ്യത കാണുന്നില്ല. ചർച്ച ഓർ വിത്തൗട്ട് എനി ടോക്സ്, ചർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോർമൂസ് ഉപരോധം സ്വാഭാവികമായി ഫിസിൽ ഔട്ട് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.